ഹലോ ഗായ്സ്, ഇന്ന് ഞാനും സരിതയും കൂടി ഞങ്ങളുടെ ഓഫീസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പറവൂര്. അതായത് അവിടെ ഒരു എക്സ്പോയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ KSRTC ബസ്സിൽ പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തി, അതായത് ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് കേട്ടോ രംഗനാഥ് ഓഡിറ്റോറിയം ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കയറി വരുന്നത് ഈ ഒരു സ്ഥലത്താണ് മീറ്റിംഗ് ഒക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എക്സ്പോയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഫുഡ് വ്ളോഗാണ് നമ്മൾ ചെയ്തത്. കാരണം രാവിലെ ചെന്നപ്പോൾ തന്നെ നമുക്ക് വടയും ചായയൊക്കെ തന്നു. ഇവിടെ എക്സ്പോ നടക്കുന്നുണ്ട്. കാണിച്ചുതരാം. ഇവിടുത്തെ ഒരുപാട് കോപ്പറേറ്റീവ് കമ്പനീസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കമ്പനിയും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എക്സ്പോയ്ക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറിയിരുന്നു. അപ്പോൾ ഇതാണ്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ. അപ്പം നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് നെസ്ലേൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇതേപോലെ അവർ നെസ്ലേൻ്റെ മിൽക്ക് മെയ്ഡും അവരുടെ പ്രൊഡക്ട്സൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഇതുപോലെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും തന്നു കേട്ടോ. അവരത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അവരത് ആ ഒരു ട്രസ്ലെച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കേക്കും പിന്നെ ചീസ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരത് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം അതൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് അവിടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിൽ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടോ. അപ്പോൾ അത് അവിടെ ഒരു ചേട്ടനെ കണ്ടു. ഈ പുള്ളി രാവിലെ നമുക്ക് വടയും ചായയൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ ഈ അങ്കിളുടെ പേര്. അപ്പോൾ പുള്ളി നമ്മുടെ അടുത്ത് കുറേ സംസാരിച്ചു, നല്ല കമ്പനി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാം ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ അവിടെ വന്നിരുന്നപ്പോഴേക്കും നമ്മൾ മാംഗോൻ്റെ ഫ്ലേവറിൽ ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു വാനിലേൻ്റെ ഫ്ലേവറിൽ ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ആ നെസ്ലയിൽ ആൾക്കാർ കൊണ്ടുവന്നിട്ട് നമുക്ക് പിന്നെ ഒരു ചീസ് കേക്കും പിന്നെ ഇതെന്ത് കേൾക്കാമെന്നറിയില്ല, ഒരു ചോക്ലേറ്റ് കേക്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ പയ്യെ അവിടെ ഇരുന്ന് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഡേ നമ്മൾ കുറേ സാധനങ്ങൾ കഴിച്ചു. ഞാൻ ഇടയ്ക്കിടക്കായിട്ട് ഇങ്ങനെ കഴിച്ചത് കൊണ്ട് അങ്ങനെ അറിഞ്ഞില്ല. പക്ഷെ കുറേ മധുരമുള്ളത് അന്ന് ഒരുപാട് കഴിച്ചിരുന്നു കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു വൈകിട്ടായിട്ടുണ്ട് സമയം. നമുക്കിവിടുന്ന് പോകാനാണെങ്കിൽ കുറച്ച് ലോങ് ഉള്ളത് കൊണ്ട് നമുക്കൊരു 4:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ഞങ്ങളിതാ ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കാം കേട്ടോ. ഈ ചീസ് കേക്കിന് അധികം മധുരമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ഉപ്പ് രസമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി മതി, ഞങ്ങൾ രാവിലെ ഓൾറെഡി ഒരു പ്രാവശ്യം കഴിച്ചിരുന്നു. അപ്പോൾ ആ നെസ്ലയിൽ നിൽക്കുന്ന ആ പിള്ളേരാണെങ്കിൽ നമുക്കിങ്ങനെ കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിച്ചതാണ്. അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ പിന്നെ പുറത്ത് പോയിട്ട് ലെമൺ ടീ ഒക്കെ കുടിച്ചിരുന്നു. ആ അങ്കിൾ നമുക്ക് ലെമൺ ടീ ഒക്കെ തന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കിതാ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് തന്നു. പിന്നെ ആ അങ്കിൾ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചു വരുത്തി പിന്നെയും കോഫിയും പിന്നെ ചെറിയൊരു സമൂസ അതൊക്കെ തന്നു കേട്ടോ. ഇതാ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. നല്ല ചായ കേട്ടോ ഈ അങ്കിളുടെ. രാവിലെ കുടിച്ചത് നല്ലതായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ലെമൺ ടീ ഒക്കെ കുടിച്ചു. പിന്നെ ഇതാ വൈകിട്ട് കോഫി. അപ്പോൾ ഈ അങ്കിളാണെങ്കിൽ നല്ല കമ്പനി ആയിരുന്നു, നമ്മളോട് കുറേ സംസാരിച്ചു എവിടെ നിന്നാണ് വരുന്നതെന്നും ഒക്കെ തിരക്കി. ഞങ്ങൾക്ക് പോകാൻ നേരം ബായൊക്കെ തന്നിട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്ന് പോവുകയാണ്. നമുക്കിവിടുന്ന് KSRTCക്ക് വേണം കേട്ടോ പോകാനായിട്ട്. അങ്ങനെ ഒരു സ്പ്രൈറ്റൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ പോവുക കേട്ടോ ബസ്സിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് മേനകയിലാണ് പോയി ഇറങ്ങേണ്ടത്. പറവൂർ നമ്മൾ കയറിയേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ രണ്ടും ഇനി അവിടെ എത്തണം. ഓൾറെഡി നമ്മൾ ടയേർഡായി, പക്ഷേ കുറേ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് ക്ഷീണമൊന്നുമില്ല, വിശക്കണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വ്ളോഗിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല, ആകെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തംബ്നെയിൽ അങ്ങനെ കൊടുത്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.